അല്ല തമിഴ്നാട്ടിൽ ഇപ്പൊ നമ്മൾ ആരൊക്കെ ഉണ്ട്? ജനിച്ചാ പിന്നെ അങ്ങ് പോയിട്ടില്ല മാമ. പയ്യന് നമ്മുടെ കൈത്തൊഴിലൊക്കെ അറിയാവോ? കൈത്തൊഴിൽ പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പോഴൊക്കെ സുന്നച്ചെയ്ന് വലിയ വലിയ ഹോസ്പിറ്റൽക്കാരല്ലേ. മാത്രല്ല പഠിച്ച നമുക്ക് തന്നെ പണിയില്ലാണ്ടായി. അതും ശരിയാ. ലോകത്ത് ഈ ഒരു കൈത്തൊഴിൽ മാത്രമേ ചെയ്തെടുത്ത് പിന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ളൂ. അതെ അതെ. ഈ സുന്നത്തൊക്കെ ഒരു കൈത്തൊഴിലാണോ മാമ? എന്നാലും എന്റെ കണ്ണു വെട്ടി ചോറപ്പീര് വരെ എങ്ങനെ എത്തിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളെ കൊണ്ട കടത്തിനെ പോലെ ഇരിപ്പ് അത്ര നടക്കുള്ളൂ, അല്ല കാര്യങ്ങളെല്ലാം നടക്കും മനുഷ്യ. അത് നിർത്ത്. അവിടെ കല്യാണം ഉറപ്പിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് ഇത് എന്നാത്തിന്റെ കേടാ? അമീർക്ക് പെണ്ണ് കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്നാ? നിനക്കങ്ങനെ പറയാം. അവിടെ ഒരു പെണ്ണും കൂടെ വന്നാലേ ആ തള്ളച്ചയ്ക്ക് വീര്യം കൂടും. നീ നാളെ കല്യാണം കഴിഞ്ഞങ്ങ് പോവും. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കാ. നിന്റെ ഉപ്പാക്കാണെങ്കിൽ ഒടുക്കത്തെ വലിവും. 2 തെറി വിളിച്ചു തുടങ്ങുമ്പോഴേക്കും അങ്ങേരെ കണക്കുക. ശ്വാസം കൊടുത്ത് 4 പുഴുത്ത തെറി പോലും വിളിക്കാൻ പറ്റാണ്ടായല്ലോ എന്റെ റബ്ബേ. എന്റെ മോൾക്ക് പല കല്യാണാലോചനകൾ വന്നതാ. പക്ഷേ ഓൾക്ക് എന്താണാവോ ഓട്ടോറിക്ഷക്കാരോട് ഒരു പ്രത്യേക താല്പര്യമാ, പ്രത്യേകിച്ച് പെട്ടി ഓട്ടോറിക്ഷക്കാരോട്. ഇവളെ ഒരുപാട് ഗൾഫ് ഓഫറൊക്കെ വന്നതാ, ഒന്നും പോയിട്ടില്ല. അതിന് ഗൾഫിൽ ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ടോ? പിന്നെ ഒരുപാട് ആട്ടോ ഉണ്ട്. ഒന്ന് പോയിട്ട് വരാവേ. ഇങ്ങോട്ടാ ഗൾഫിലോ? അല്ല, അടുക്കളയിലേക്കാ. ഓ ഓ ഓ എന്താ? അതെ, വിശേഷം പറഞ്ഞിരിക്കാതെ കാര്യം പറഞ്ഞ് ഉറപ്പിക്കാൻ. അപ്പുറത്ത് അവനും അവളും എങ്ങനെയത് മുടക്കാൻ പറ്റുന്ന നോക്കിയിരിക്കുക. പോ അങ്ങോട്ട്. ഹലോ, എന്തായിക്കാ? ഉറപ്പിച്ചോ? ഇല്ലടാ, ഉറപ്പിച്ചിട്ടില്ല. ഞാൻ വിളിക്കാം. ആണോ? കൂട്ടുകാരോടൊക്കെ ഉറപ്പിച്ചെന്നാണ് പറയും. മോളുടെ വിധി അതാണങ്ങാണ്ട് നടക്കട്ടെ. പുല്ല്. നമസ്കാരം മാഡം. എന്റെ പേര് രേഖ എന്നാണേ. ഞാൻ ചൈതന്യ ആയുർവേദ ആശുപത്രിയുടെ ഫീൽഡ് സ്റ്റാഫാ. അപ്പൊ ഞങ്ങൾ ഈ മൂലക്കുരുവിനും ഫിസ്റ്റുലയ്ക്കൊക്കെ ഉള്ള ഒരു സ്പെഷ്യൽ സെന്റർ ആണ്. ഞങ്ങളുടെ 14ാമത് ബ്രാഞ്ച് ഇവിടെ പാറത്തോട് ജംഗ്ഷനിൽ വരുന്ന 28-ാം തീയതി ഓപ്പൺ ചെയ്യാണ്. ആദ്യം പേര് രജിസ്റ്റർ ചെയ്യണ 50 ആൾക്ക് ചികിത്സ സൗജന്യമാണ്. സൗജന്യാണെങ്കിൽ എന്റെ പേരോട് എഴുതിക്കും മോളെ. അതിനുമ്മച്ചിക്ക് മൂലക്കുരുണ്ടോ? മൂലക്കുരുവാ? അല്ലുമ്മ, ഇത് ഈ മൂലക്കുരുവിനും ഫിസ്റ്റുലയ്ക്കൊക്കെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ആശുപത്രിയാണ്. ആ കുരുവൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാർക്കാണ്, ഇവിടെ ആർക്കും തട്ടലാവുന്നില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. അമീർ മോനെ, നീ മാത്രല്ലേ അവിടെ വന്നിട്ടുള്ളൂ? അപ്പൊ നീ 4 ആളെയും കൂട്ടിയിട്ട് ബുധനാഴ്ച ഒന്ന് അങ്ങോട്ട് വാ. ശരി ശരി, ഇൻഷാ അല്ലാഹ്. ഈ കല്യാണമെങ്കിലും നടത്തി തരണം എന്റെ നാകുർത്തങ്ങളെ. കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ ഉറൂസിന് മക്കളെയും കൊണ്ട് വന്നോളാം തങ്ങളെ. അല്ലുമ്മ, അപ്പുറത്തെ വീട്ടിലേക്ക് പോകാനുള്ള വഴി? അതാ മോളെ പ്രശ്നം. ആ വീട്ടിലേക്ക് വഴിയില്ല. വലിഞ്ഞു കയറിയിട്ട കുറെ നാറുകൾ നാണല്ല ഞങ്ങളുടെ പറമ്പിലോട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പില്ലാത്തവന്മാര്. വെറുതെ വേണ്ടാത്ത കാര്യത്തിനൊക്കെ എന്നെ വഴിച്ചയച്ചുകൊണ്ട് കാര്യമുണ്ടോ? നീ വണ്ടിയിലോട്ട് വാ. ഞാൻ വെറുതെ ഇരുന്ന് എന്നെ അവിടെ നിന്ന് വലിച്ചു കൊടുത്ത് ഇച്ചാൽ തെണ്ടി ആ പമ്പറന്നുള്ള വായി കിടക്കണ ചീത്ത മുഴുവൻ കേട്ടില്ലടാ. നിന്റെ ഭാര്യ പോലും ഇത്ര തെറി വിളിച്ചിട്ടില്ല എന്നെ. ഒന്ന് വാജി. അപ്പൊ വഴി ഒരു പ്രശ്നമാണല്ലേ? ചെറിയ ഒരു തർക്കത്തില ഉടനെ തന്നെ ശരിയാവും മാമ. നിങ്ങൾ മാമയാണെന്ന് ഇവനെങ്ങനെ മനസ്സിലായി? എടാ തെണ്ടി, ഞാൻ അവിടെ കരുതേത് എന്നെ നീ വലിച്ചുകൊണ്ടൊന്ന് ഈ വഴിയില്ലാത്ത വീട്ടിലേക്ക് എന്താവശ്യമുണ്ടോ തെണ്ടി കണക്ക്? എന്റെ മോൾക്ക് അന്തസ്സിന്റെ ഒരു കുറവുള്ളോടെ തെണ്ടി. വഴി ഇഷ്ടംമാരുണ്ടാ. ഞാൻ വെറുതെ എന്നെ വലിച്ചു കൊണ്ട കാരണം ഈ ഒറ്റ ഒറ്റനാ ഈ വഴിയില്ലാത്തവന്റെ വീട്ടിലേക്ക്.
ചൂലും മൊറും തേങ്ങയുടെ മൂടും മുണ്ടി പോരുത് കേരള ചെലക്കാതെ വഴിയില്ലാത്ത തമാശ. നമ്മളെ വീട് ചെറുതാണെങ്കിലും നീ വന്ന് കണ്ടതല്ലേ? നാഷണൽ ഇവിടെ വക്കത്താണ് അല്ലേ? അതുകൊണ്ട് ബുധനാഴ്ച ഞാനൊന്ന് ആലോചിച്ച് വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട ഇജ്ജ് വരണ്ടടോ. വഴിയില്ലാത്തവനൊക്കെ പെടു വെക്കാൻ ആ വീട്ടിൽ വഴിയുണ്ട്, നമുക്കൊന്ന് കയറി ചോദിച്ചാലോ? മുണ്ടി പോരുത്. പറടാ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചുടാ. എന്നെ വേണ്ടാന്ന് അവർ ഉറപ്പിച്ചു. എന്തു പറ്റി? എനിക്ക് വലിയില്ലടാ. അമീർക്ക, 13-ാം തീയതി എൻ്റെ കല്യാണമാ, അങ്ങ് എത്തണേ. ഉനക്ക് കൂടെ കല്യാണമാ? ഞാൻ വീട്ടിലേക്ക് പറഞ്ഞേക്കാവേ. അണ്ണന്റെ കല്യാണത്തിന് ചോറിനുള്ള ഭാഗ്യം ഉണ്ടാവോ? കുറെ നാളായിട്ട് കാത്തിരിക്കുവാന്ന്. എടി നിന്റെ തന്തയാടി വലിഞ്ഞു കയറി നടക്കുന്നത്. എന്നെ കൊണ്ടൊന്നും നീ പറയിപ്പിക്കരുത് കേട്ടോ. നീ എന്റെ വസ്തുക്കളെ വലിഞ്ഞു കയറിയിട്ടില്ല പറഞ്ഞാണോ കെട്ടിയെടുക്കുന്നത്? നീ കൊണ്ടൊന്ന് കേസ് കൊടുറി. നിന്റെ പ്രമാണത്തിലുള്ള 19 സെന്റ് അളക്കാതെ എനിക്ക് സൗകര്യമില്ല. എനിക്ക് സൗകര്യമില്ല. ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാടി. എന്തോന്നറിയാടി? പറയടി. ഈ വരുന്ന 13-ാം തീയതി എൻ്റെ കല്യാണമാ. ഈ തയം വിളിച്ചോണ്ടങ്ങ് വരണേ, സമയമില്ലാത്തോണ്ടാ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ബാക്കി ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് പാടെ പോവാം. എടി, നീ ഇന്നലെ കുടുംബശ്രീ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോയതെന്താ? ഓ, അത് അവസാനം പാടുന്ന പാട്ടില്ലേ, അതെനിക്ക് പാടാൻ പറ്റുന്നില്ലാന്നേ. പാട്ടോ? എനിക്ക് സുന്നത്തെ വന്ന് തമന്ന വളച്ചെടുത്തോളം എന്റെ പറമ്പോളച്ചൊക്കെ വന്നിട്ടല്ലോ. നീ എന്റെ സ്വഭാവം തമിഴിലാണെങ്കിലും അന്തസ്സോടുകൂടി എന്നെ നോക്കുന്നുണ്ടടി. നിന്റെ കെട്ടിയോനെ ആ സുജയുടെ വീട്ടിൽ കാപ്പിപ്പൊടി മേടിക്കാൻ പോയത് എല്ലാവർക്കും അറിയാം. അതിനെ കുറിച്ചൊന്നും നീ പറയണ്ട കേട്ടോ. സുജയുടെ വീട്ടിൽ മാത്രമല്ലടി, വേണ്ടി വന്ന നിന്റെ വീട്ടിൽ വന്ന് കാപ്പിപ്പൊടി അഞ്ഞ കഴിവുള്ളവനാണ് എന്റെ കെട്ടിയോൻ. അയ്യാ, നിന്റെ ആ പന്നക്കളവനാ. തെറി വിളിക്കാ വിളിച്ചോണ്ട് പോടാ ശാസ്ത്രത്തിനെ. നിന്റെ പെണ്ണുമ്പിള്ള അവിടെ കിടന്ന് മാപ്പിളപ്പാട്ട് പാടൂല്ലേ? ഒന്ന് പോടാവേ. അവന്റെ അമ്മൂമ്മയുടെ കല്യാണക്കുറി. ഞാൻ തമിഴ്നായാൽ നമ്മളൊക്കെ ഹിന്ദിക്കാരല്ലേ? ഒന്ന് പോടാവേ. നാറി പരമനാറി ചെട്ടെ. നിന്നെ ഞാൻ ഒരു ഇന്ത്യക്കാരനായിട്ട് കണ്ടത്തില്ലടാ തമിഴാ നാറി. എടാ 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 സുന്നത്ത് നാറി, പേടിച്ച് പോവാളോടാ സുന്നത്ത് നാറി. നാറി പരമനാറി വെട്ടി കൊല്ലട്ടെ. എന്താടാ നീ നിന്ന് വിറയ്ക്കണത്? നിന്റെ ഷുഗർ കുറഞ്ഞു പോയോ? കൊല്ലട്ടെ ആദ്യം. എന്താ അടിക്കാൻ പേരിടാ. അടിക്കലാ ഒരു കാര്യം. ഒറ്റ തന്തയ്ക്ക് പേർന്ന തമിഴ്നാണെങ്കിൽ നീ അടിക്കലാ. അമ്മച്ചോട്ടോ മോളെ, why you crying? കരച്ചിൽ bad. My father is sick. I know, അറിയാം. There is nobody there with him. We know, നമുക്കറിയാലോ. But sick people return healthy. My father. Don't worry. I need to go. شفيق، إجازة حق بيتش وما يمشي. أنت بكرة روح إجازة. 2 نفر سوا كيف يروح؟ والله مشكل حق الشركة، مشكل. شفيق ما يمشي، يلا روح. അയ്യോ അർബാബേ, അങ്ങനെ പറയരുത്. അവൾക്കാളെ ഉപ്പ അല്ലാതെ വേറെ ആരുമില്ല. What? ഉപ്പ, father. يا شفيق، أبوه في المستشفى، هي ليش يريد إجازة؟ ما يمشي، يلا روح. അയ്യോ എന്താ പറയാ.
അർബാബ് അവളുടെ അബു മോത്ത് അബു മോത്ത് അവളുടെ ഉപ്പ മരിച്ചു എന്ന്. പ്ലീസ് അർബാബെ. അവളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ 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 യു ഗോ ഗോ പോട്ടെ. ഗോ ഗോ ഗോ. ഞാൻ അവളോട് പറഞ്ഞോട്ടെ. ഗോ ഗോ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. യാ ഷഫീഖ്. യു ഗോ. താങ്ക് യു. അമ്മുച്ചോട്ടോ ഷഫീഖ് ഇടപെട്ട എവറിഥിങ് ഓക്കെ. Don't cry. Accept full healthy. ഷഫീഖ് എത്തി. ബിച്ചു, don't cry. Your leave is sanctioned. What? Really? Yeah. It's true? Yeah, I spoke to Arbab. I can go? Yeah. He said it's okay? You can go. നീ പറഞ്ഞു Shafiq, പറഞ്ഞു. അച്ഛൻ മരിച്ചു. I can go? Yeah, you can go. Oh God, thank you. It's okay. You can go. Shafiq, thank you so much. No issues. I can Please, you can go. Yeah, you can go. No issues. പറഞ്ഞില്ലെങ്കിൽ പിന്നെ അയാൾ ലീവ് തരില്ല. എന്തായാലും പറയേണ്ടി എന്ന് പറഞ്ഞു. എവിടെ എങ്ങോട്ടാ പോന്നെ? ആ അർബാബിന്റെ നന്ദി പറയാൻ പോകണോ ഷഫീഖ്? You take care, Bichu. I will. I will talk to Arbab. You go and come. Sure. വണ്ടി You guys have been really helpful. ഓ ഞാൻ പണ്ടേ അങ്ങനെ. Bye. ബൈ മോളെ. ബി Thank കെയർഫുൾ. you so much. No problem. Thank you, Shafiq. Please Thank go. you. Happy married life in advance. You guys stay blessed. Thank you. I hope to see you soon. Bichu. Bye. Bichu. Oh no, no, Nida. I'm okay. I have. Allah, money. no, you keep- help me enough. It will be helpful. It will be helpful. ഇതൊക്കെ ഷഫീഖിനൊരു സന്തോഷമാണ്. Thank you. God bless you. Thank you so much, Shafiq. Bye. You're very helpful man. കൊള്ളാം. അവളുടെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോഴാണ് നിന്റെ ചപ്പീക്കിന്റെ സന്തോഷം. 26 കൊല്ലായി ഉസ്താദെ, സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ പോലെയല്ല ഉസ്താദെ, അവള് ഭയങ്കര തെറിയാ. കോടതിയും പോലീസും ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല. വസ്തുക്കളൊക്കെ വസ്തുക്കളെന്ന് നമുക്ക് ഓട്ടോ കയറാനുള്ള വഴി കിട്ടും. ഉസ്താദെ, കല്യാണം നടക്കും തോന്നുന്നില്ല. എനിക്ക് വലി കിട്ടാൻ എന്താ വളി? കോടതി, പോലീസ്, പാർട്ടി, അങ്ങ് സുപ്രീം കോടതിയിൽ വിധിയാകാത്തത് അൽഹംദുലില്ലാ ഇവിടത്തിങ്കൽ തീർപ്പാക്കും. വണ്ടി കയറ്റാൻ പറ്റാത്ത വീടൊരു വീടാണോ? അതെ. ഇവിടെ വന്നതുകൊണ്ട് നിങ്ങൾക്ക് വഴി കിട്ടി തന്നെ കുട്ടിക്കും. 6666 രൂപ, 313 നാണയം, 11 കോഴിമുട്ട, ഒരു കരിങ്കോഴിയല്ലേ? ഒരു കരിങ്കോഴി, 4 അതിരിലെ മണ്ണ്. ഇത്രയായിട്ട് 20-ാം തീയതി ഇങ്ങോട്ട് വാ, നിങ്ങൾക്ക് വഴി കിട്ടി. സംസാരത്തിൽ എന്താ ഒരു കുഴച്ചല്? ഒന്ന് ഊതിക്കേ ഊതിക്കേ ഊതിക്കേ. എന്തുവാടാ ഇത്? ഇത് കയ്യില പച്ചക്കുപ്പി ബിയർ. എടി ഇത് ബിയറല്ല, സെവനപ്പ. എന്താ നാട്ടിലേക്ക് ഒരു സന്തോഷം വന്നില്ലല്ലോ? ആ, ഇവരെ കണ്ടിട്ട് 3-3 കൊല്ലായില്ലേ, അതിന്റെ ഒരു വിഷമമുണ്ടെന്ന് വെച്ചോ. നിനക്കെന്താ അപ്പൊ എന്നെ കാണണ്ട? ഷഫീഖേ, കല്യാണമൊക്കെ അല്ലേ, കുറച്ച് ഈത്തപ്പഴം ബദാമൊക്കെ വീട്ടിൽ കൊണ്ടുപോയിക്കോ. കൊണ്ടോയ്ക്കോ, നല്ലതാ. ഈത്തപ്പഴവും ബദാമും ഒക്കെ കൊണ്ടുപോയി പെർഫോമൻസ് കാണിക്കാനേ. ഇത് ജീവിതമാണ്, യുദ്ധക്കളമല്ല. ഇതിലെന്താ വേണ്ടെന്നറിയോ? പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, ഒരുതരം വൃത്തികെട്ട കരുതൽ. എന്റെ പൊന്നു ഷഫീഖെ, ഈത്തപ്പഴവും ബദാമും കഴിച്ച് എന്റെ ഊപ്പാടിളകിയതല്ലാണ്ട് ഒരു എനർജിയില്ല. അല്ല, നീ വാങ്ങണല്ലോ, വാങ്ങിച്ചോ? പെട്ടിയൊക്കെ ഫുൾ പാക്കായി. അയ്യോ, പെട്ടി പാക്കിയല്ലേ? നമ്മുടെ സത്താറിന്റെ ഒരു ചെറിയ പൊതിയും കൂടി കൊണ്ടുവരും. നമ്മുടെ കൊടുവള്ളിയുള്ള സത്താറ്, നമ്മുടെ ജുവലറി ഉള്ള സത്താറ്. ഇക്ക, ഞാൻ ഈ സാധനം എടുത്ത് കൊടുവള്ളി വരെ പോകാൻ പറ്റുമോ? വേണ്ടെന്നേ, അവന്റെ പിള്ളേർ എയർപോർട്ടിൽ ഒന്ന് വാങ്ങിച്ചോളും. ഞാൻ അത്ര തവണ കൊണ്ടുപോയിട്ടുള്ളതാ. നല്ല തങ്കപ്പെട്ട പിള്ളേരാന്നേ. എയർപോർട്ട് വരുമോ? എയർപോർട്ടിൽ വരും, ഒരു ടെൻഷനും വേണ്ട. എയർപോർട്ടിൽ വരുവാണെങ്കിൽ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ, നോ ടെൻഷൻ. ആ ശരി. സൈനു, നീ പറഞ്ഞ ക്രീമിന്റെ പേര് എന്താ? ഒലിവോ? ഒലി വല്ലട പൊട്ടാ, ഒലി. സൈനു, നിനക്ക് ആ വളരെ ഡിസൈൻ ഇഷ്ടോട്ടോ. ഇക്ക, ദേ റംല കരയുന്നു, പിന്നെ പറഞ്ഞിട്ട് പോ. രമലയുടെ ഒരു കാര്യം. എന്തുപറ്റി? വീണ്ടും പിണങ്ങിയ? രമല കരഞ്ഞു. റംലി? അതാര്? രമല അവളുടെ ആട്ടിക്കുട്ടിയുടെ പേരാ. ബെസ്റ്റ്. വല്ല പിങ്കി എന്ന അമ്മണി എന്ന പേരിടാവുള്ള റംല എന്നാണ് ആട്ടിൻകുട്ടിക്ക് പേരിടുന്നത്. എന്റെ പൊന്നിക്ക, രമല അവളെ ജീവനാ. നിങ്ങൾ രമലയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ അവളെ നിങ്ങൾ കുത്തുമല്ലോ. അവക്ക് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എന്തുപറ്റി? ഇക്ക, അർജന്റ് ആയിട്ട് ഒരാൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് മേടിക്കണം. ആർക്ക്?
ഹലോ അമീർക്ക, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയണ്ട. നിങ്ങൾ എന്തിനാ അവളെ ഉപ്പടിച്ച എടുത്തടിച്ചേ? എടാ 90% ഉറപ്പിച്ച ഒരു കല്യാണമാണ്. നിന്റെ സൈനിയുടെ തല്ല കാരണം. ഒന്നും ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഞാൻ വന്നിട്ട് എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞില്ലേ? ഒന്ന് പട്ടി പോയിടാ. പൊറുക്കാൻ പറ്റെങ്കിലും ഒന്ന് പൊറുക്ക്. ദിസ് ഇസ് റാങ്. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ വിളിക്കാം. കട്ട് പണിട്ടാ. ദിസ് ഇസ് റാങ്. അത് ഓട്ടിക്കാ വീട്. എടാ, വീട്ടിലേക്ക് ഒരു വഴിയില്ലാത്ത കാരണം എത്ര കല്യാണം എനിക്ക് മുടങ്ങിയിട്ടുണ്ടെന്ന് അറിയോ? പ്രായപൂർത്തിയായ കാലം തൊട്ട് നാം പെണ്ണ് കാണാൻ ഇറങ്ങിയതാ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഷഷ്ടി പൂർത്തിയായി അല്ലേ? ഇതുവരെയും നടന്നിട്ടില്ല. എടാ, നീ PSC എക്സാം എഴുതിയിട്ട് നിനക്ക് വേല എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ലിക്ക. നിന്റെ ഈ പന്ന കൗണ്ടർ കാരണം എന്റെ വേദന ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. അമീർ, അത് നമ്മുടെ ഒരു സുഹൃത്താ. ഒരു വഴി തർക്കത്തില് ഉള്ളി കയറി സൈനോട് ഉപ്പടിച്ച കെടുത്തടിച്ചു. അതിന് ഈ ഉപ്പയെ തല്ലിയനൊക്കെ ഇപ്പൊ നാട്ടിൽ കേസുണ്ടോ? ഉപ്പ തല്ലി ഏത് നാട്ടിലാണെങ്കിൽ കേസാ. ഇവിടെ ഇല്ല, ഇവിടെ അപ്പത്തിന് തീർത്തളായി. അല്ല, നിനക്ക് ഏതോ ഫ്രണ്ടിന് വേണ്ടി എന്തോ ഗിഫ്റ്റ് വാങ്ങാണ്ടെന്ന് പറഞ്ഞിട്ട്. നമസ്കാരം, ഞാൻ ഈ ഗൾഫിൽ വരുന്ന മുൻപ് എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് കയറി വരുന്നവരുടെ ഇരിക്കപ്പുറത്തില്ലാത്ത പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ഒന്നെങ്കിൽ പെങ്ങളെ കടിച്ചു വിടണം, അല്ലെങ്കിൽ വീട് ചെറുത്തി. പിന്നെ ഇപ്പോ പുതിയ കാര്യങ്ങളാ. പീഡനം കഴിഞ്ഞ് നാട് വിട്ട് ഇങ്ങോട്ട് വരിക. അതൊന്നുമല്ല. എന്റെ കഥയ്ക്ക് വേറൊരു മൂടോ പറ. ഇനി ഈ കാര്യത്തിൽ ഇവനോടെ പോകുന്ന ഞാൻ നിർത്തി. ഇന്നും ആ ഡോക്ടറെ മുന്നിൽ വരെ എത്തിയിട്ട് കാര്യം പറയാൻ തിരിച്ചു വന്നേ. എന്താന്നറിയില്ല, അവരെ കാണുമ്പോ മനസ്സ് തുറന്ന് കാര്യം പറയാൻ പറ്റുന്നില്ല. ഒന്ന് പോടാ. മനസ്സ് തുറന്ന് പറയാൻ അവരോട് നിനക്ക് പ്രണയമൊന്നുമില്ലല്ലോ. നിന്റെ മൂലഗുരു കാണിക്കാൻ വേണ്ടിയല്ലേ? മതി പറ, നോട്ടുകാർ മൊത്തം കേട്ടിട്ട് വേണം. ഷഫീക്ക്, ലോകത്ത് ആദ്യമായിട്ട് മൂലക്കുരു വരുന്ന ആൾ ഒന്നുമല്ലല്ലോ നീ. എത്രയോ മഹാന്മാർക്കൊക്കെ മൂലക്കുരു വന്നിട്ടുണ്ട്, നമ്മൾ അറിയാതെതാ. ചിലപ്പോ സച്ചിൻ ടെണ്ടുൽക്കർ വരെ മൂലക്കുരു ഉണ്ടാവും. സച്ചിന് മൂലക്കുരു ഉണ്ടായിരുന്നു? നീ കണ്ടിട്ടില്ലേ? ഇല്ല. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോ മൂലക്കുരു കാണുമടാ. ഇത് എന്തുവാടേ ഇത്? എടാ ഷഫീക്ക്, ആദ്യം നിന്റെ ഈ കോംപ്ലക്സ് മാറ്റ്. നാളെ നിന്നെ ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ആയുർവേദം വേണോ അത്? ഏയ്, നമ്മള് പോയിരിക്കും. വാടാ. അല്ല, ഭയങ്കര വേദനയാണ്, നിനക്ക് അറിയാലോ. എനിക്ക് വയ്യ. നോക്കി നടക്കടാ, അല്ലെങ്കിൽ മൂലകുരു പിടിച്ചവനെ പാമ്പ് കടിച്ചിന് വാർത്ത വരും. ആരാ അത്? ആരാന്ന്? ആരടാ? ഞാനാ മനുഷ്യ. ലൈറ്റ് ഓഫ്. എന്റെ പൊന്ന് സഫീറെ, ഈ കൊച്ചുവെള്ളപ്പങ്കാലത്ത് നീ ഇതെവിടെ കണ്ടറിഞ്ഞൂടെ വാഴക്കും പൊടിക്കുവാന്ന്. അവൻ മറ്റന്നാളിക്ക് വരുമല്ലേ? അതെ, ഈ നടുവേദന വെച്ച് നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ മതിൽ ചാടി ഇങ്ങോട്ട് വന്നേ? ഏതവനാ അവറാച്ചന്റെ പറമ്പിൽ കയറി നോക്കാൻ വേണ്ടി വന്നാ. കാനായി കുഞ്ഞിരാമന്റെ പ്രതിമ പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വാ. കണ്ണിലോട്ട് വെട്ടം അടിക്കാടി. നോക്കി ചതയ്ക്കുന്ന കഥപ്പുണ്ടോ? കുറച്ചും കൂടെ അങ്ങോട്ട് വീടി വലിച്ചു കയറ്റേ. വല്ലോന്റെയും പറമ്പിൽ നിന്നാണോട്ടെ ഈ കൂമ്പൊടിക്കുന്നേ. അതിനെ ഒടിക്കാൻ നിങ്ങളുടെ കൊല്ലയെ കൂമ്പില്ല. നോക്കങ്ങോട്ട്. നീ വാ, നടക്ക. അല്ല, നിങ്ങൾ അങ്ങോട്ട് പോകും, നീ നോക്കിട്ട് പോകും. പരിപാടി ഷെഫിക്ക് വരുന്നോ മറ്റന്നാളല്ലേ? അതിന് ഇങ്ങോട്ട് വാ. അതിനിപ്പോഴേ നീ എന്തിനാ കൂമ്പൊടിച്ചു വെക്കുന്നേ? അതെ, ഷെഫിക്ക് വരുന്നത് മറ്റന്നാളായിരിക്കും. പക്ഷെ ഈ പറമ്പിന്റെ ഉടയക്കാരൻ അവറാച്ചനെ നാളെയും എത്തും. പെട്ടെന്ന് വാ. കൂമ്പുകാരനെ തേങ്ങ ഇട്ട് വെച്ചാ മതി, അതാ ടേസ്റ്റ്. ഓ, എന്നാലേ നിങ്ങൾ ഈ അവറാച്ചന്റെ തെങ്ങയിലോട്ട് ഒരു 3-4 തേങ്ങായും കുടിക്കണം. എന്നെ കൊണ്ടൊന്നും പറയും. നീ ഇതിനൊക്കെ മനുഷ്യരെ കണക്ക് പറയേണ്ടി വരും. വാ, അത് ഞാൻ പറഞ്ഞോളാവേ. നീ വാടി ഇങ്ങോട്ട്. അതെ, എന്റെ മോൻ ഷെഫിക്കിനെ കൂമ്പ് പയറിട്ട് വെക്കുന്നതാണ് ഇഷ്ടം.
മനസ്സിലായോ? ഒന്നും മിണ്ടാതെ പോവാണോ?